ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബ്ലസ്സി സാജു. നിങ്ങളെല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിൽ. അപ്പം എൻ്റെ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ്സ് ചെയ്യണേ. അപ്പോഴേ ഞാൻ എനിക്ക് ഇച്ചിരി ഇത് കിട്ടത്തുള്ളൂ ഇടാൻ. അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റ്സ് ചെയ്യണേ. ഇന്ന് ഞാൻ ഹിബിസ്കസിൻ്റെ ഒരു കാര്യം പറയാൻ പോവാ, ടിപ്സ് മെയിൻ. അപ്പം ഇപ്പം നോക്ക്, ഇപ്പം ഇപ്പം ബ്രാഞ്ചായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് കാണുന്നല്ലോ. അപ്പം നല്ലതായിട്ട് കിളിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ നല്ല പൂവും മുട്ടും എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തെടുത്ത് ഇപ്പം ഇത് എൻ്റെ വെള്ള വെള്ള കളറുടെ ആയിരുന്നു. അപ്പം ഇത് ഞാൻ നല്ലതായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്തു. ഇത് വയലറ്റിൻ്റെ ആയിരുന്നു, ഇതും ഹാർഡ് പ്രൂണിങ് ചെയ്തു. ഈ സമയത്ത് അത്രയും പൂ കിളിച്ചാലോ എളുപ്പം അഴുക്കായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പ്രൂണിങ് ചെയ്തു. പ്രൂണിങ് ചെയ്താൽ എന്താ, ഇത് എല്ലാവരും പറയും ഇതെന്താ അഴുക്കാവുമല്ലോ, ഇപ്പം വെള്ളം കയറി ഇതിനകത്ത് അഴുക്കാവും. അപ്പോൾ ഇതിന് ഒരു ടിപ്സ് ഉണ്ട് ഫ്രണ്ട്സ്. ഇതറിയാം ഇതെന്തുവാണ്? ഇത് അലോവേര. അപ്പം നമുക്ക് നമ്മുടെ എല്ലാം ഗാർഡനറിൻ്റെ വീട്ടിൽ ഇത് കാണും. അപ്പം ഇത് വച്ച് നിങ്ങൾ എന്തോ ചെയ്യണം, ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നിങ്ങൾ തേച്ച് വെക്കണം എല്ലാം. അപ്പം ഏത് ദിവസം മഴയില്ല ആ ദിവസം തേച്ച് വെച്ചാൽ, മഴ ഉണ്ടായെങ്കിലും നിങ്ങൾ തേച്ച് വെച്ചാൽ ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ എല്ലാം ബ്രാഞ്ച് എവിടെ നിങ്ങൾ കട്ട് ചെയ്തേ, അപ്പം അത് നിങ്ങൾ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇത് സൂക്ഷിക്കണം. ഇപ്പോൾ നോക്ക്, ഇതിനകത്ത് ഇത് ഹൈബ്രിഡ് ഹിബിസ്കസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തും ഞാൻ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ പ്ലാന്റ്സ് രക്ഷപ്പെടും. നല്ലതായിട്ട് ഇതിനകത്ത് ബ്രാഞ്ചും വരും. എല്ലാത്തിനും ഇപ്പോൾ ഇതിനകത്ത് ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം ഫ്രണ്ട്സ്. പിന്നെ നിങ്ങളുടെ പ്ലാന്റ്സ് ഹെൽത്തി ആവും, നല്ല ബ്രാഞ്ചും വരും. പൂ കിളിക്കാൻ നേരത്ത് എല്ലായിടത്തും പൂവും കിളിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണേ കേട്ടോ. താങ്ക് യു.